ഇന്ന് നബിദിനമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി 8 മണിയോടുകൂടെ അവിടെ മൗലിദ് പാരായണം ഉണ്ടായിരുന്നു. അതിന് ഈ ഉസ്താദ് നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിന് അനുമതിയില്ല എന്നും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വെച്ചു. അതേസമയം അതിന്റെ ആവശ്യമില്ല, അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകണം എന്ന് പള്ളി കമ്മിറ്റിയും ആ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊരു വൃത്തികേടാണ് ഇതൊക്കെ. പടച്ചറബിന്റെ പള്ളിക്കകത്ത് ഭൗതികമായ സംസാരം വന്നുപോയിട്ടുണ്ടെങ്കിൽ 40 വർഷത്തെ ഇബാദത്ത് പോലും നഷ്ടത്തിലാണെന്ന് പഠിപ്പിച്ച പഠനം ഹൃദയത്തിലിരിക്കവേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയത് എന്തൊരു നെറികേടാണ്. എത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോയപ്പോഴാണ് പോലീസുകാർ ബൂട്ടിട്ട് കയറേണ്ട ഒരു അവസ്ഥ പോലും എത്തിയത്. എന്നിട്ട് സോഷ്യൽ മീഡിയ നിറയെ പോലീസുകാരൻ്റെ കാലും ബൂട്ടിട്ട ഭാഗവും റൗണ്ടിൽ കാണിച്ചിട്ട് പോലീസുകാർ ബൂട്ടിട്ട് പള്ളിയിൽ കയറാമോ, പോലീസുകാരിന് വുദു എടുത്തിട്ട് പള്ളിക്കകത്ത് കയറണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പള്ളിയുടെ അകം മഹത്വമുള്ളതാണ്, ചെരുപ്പ് ധരിക്കാൻ പാടില്ല. പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ പോലും പുറത്തുള്ള ഹൗലിൻ്റെ അവിടെയുള്ള കല്ലിൽ പോലും നല്ലപോലെ ഉരച്ച് അഴുക്കുണ്ടോ നജസുണ്ടോ എന്ന് ഉറപ്പുവരുത്തി നല്ല കൃത്യമായ ബോധത്തോടു കൂടി പള്ളിയിൽ കയറേണ്ട വിശ്വാസികൾ പള്ളിക്കകത്ത് മലീനസമായ അന്തരീക്ഷം പാകപ്പെടുത്തുന്നുണ്ടെങ്കിൽ പള്ളിക്കകത്തേക്ക് ക്രമസമാധാനവുമായി കടന്നു വരുന്ന പോലീസുകാരൻ ബൂട്ടിട്ട് കയറിയത് വലിയ ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പോലീസുകാർ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അവർ ബൂട്ടിട്ടാണോ പള്ളിക്കകത്ത് കയറാറല്ല. അവർക്ക് അതിൻ്റേതാകുന്ന ബഹുമാനങ്ങൾ അറിയാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പള്ളിയോട് എത്രത്തോളം ബഹുമാനം കാണിച്ചിട്ടുണ്ടോ അത് തന്നെ നിങ്ങൾക്ക് ഈ പോലീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊക്കെ ഈ അധികാരത്തിൻ്റെ വലിപ്പം കാണിക്കുന്ന പള്ളിക്കകത്തല്ല, പുറത്താണ്. അതിന് കമ്മിറ്റി ഓഫീസുണ്ട്, അവിടെ പോയി കൂടണം. നിങ്ങൾക്കൊന്നും യഥാർത്ഥമായ ദീനും അതിൻ്റെ യഥാർത്ഥമായ വശങ്ങളും മനസ്സിലാകുന്നില്ല. പടച്ചറബിൻ്റെ കോടതിയിലേക്ക് നിങ്ങൾ ഈ ദുനിയാവിൽ ചെലവഴിച്ച ഈ പരിപാലനങ്ങളെ കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾ കൈവരിച്ചത്? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? ഒരു നിമിഷം നേപ്പാളിൻ്റെ മണ്ണിൽ സംഭവിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ? നേപ്പാളിൻ്റെ ഇന്നലത്തെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇന്ന് നേപ്പാളിനെ എടുത്തു നോക്കിയാൽ അവിടുത്തെ ബിൽഡിങ്ങുകളോ ഒന്നും കാണാനില്ല. ഒരു നിമിഷം പ്രകൃതിയുടെ മുഖം അങ്ങോട്ട് മാറുമ്പോഴേക്കും മനുഷ്യൻ്റെ അധികാരങ്ങളും മനുഷ്യനുണ്ടാക്കി വെച്ച വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഒന്നുമല്ല എന്ന് ഓരോ സമയങ്ങളിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങളെപ്പോലെയുള്ള ഒരുപറ്റം ആളുകൾക്ക് ഇന്നും നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് വടകര മാടാക്കര പള്ളിയിലെ കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, കീശയിലെ പണത്തിൻ്റെ കനം നോക്കിയിട്ടല്ല പള്ളിയുടെ ഉള്ളിലെ അധികാരത്തിൻ്റെ വലിപ്പം നോക്കുന്നത്. യഥാർത്ഥമായി പടച്ചറബിൻ്റെ ദീൻ സംരക്ഷിക്കാൻ കഴിയുന്ന അതിൻ്റേതാകുന്ന പേടിയും അതിൻ്റേതാകുന്ന കൃത്യതയുമുള്ള ആളുകൾ രംഗത്തേക്ക് കയറിയിരിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇത്രയേറെ വൃത്തികേടൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇനിയും ഇതിൻ്റെ ഗൗരവം അറിയാതെ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഒരു നിമിഷം ചിന്തിക്കുക. മനുഷ്യൻ ഈ പ്രകൃതിയുടെ മുമ്പിൽ ഒന്നുമില്ല എന്നുള്ള വലിയ സത്യം വിളിച്ചു പറയുമ്പോഴും ഒന്ന് ചിന്തിച്ചെടുക്കാനെങ്കിലും സമയം കണ്ടെത്തുക എന്നു മാത്രം. വീണ്ടും കാണാം.